കൺസപ്ഷൻ കുറച്ചിട്ട് പ്രൊഡക്ഷൻ കൂട്ടി പ്രൊഡക്ഷന് വേണ്ടിയിട്ട് കൺസ്യൂം ചെയ്യാൻ തുടങ്ങി. മനസ്സിലായോ? മൂന്നാമത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റീസൺ ആണ് കൺസ്യൂമർ അഡിക്ഷൻ ഒഴിവാക്കുക. നമ്മൾ കണ്ടന്റുകൾ ഒരുപാട് കൺസ്യൂം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. കൺസ്യൂം ചെയ്ത് കണ്ണ് പോയി, ബ്രെയിന് പോയി, ടൈം പോയി, എനർജി പോയി, ഒക്കെ പോയി. ഇതിൽ നിന്നൊരു മോചനം വേണമെന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, നമുക്ക് പ്രൊഡക്ഷൻ കൂട്ടുക അല്ലെങ്കിൽ കണ്ടന്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു ഹാബിറ്റ് ഉണ്ടാക്കിയാൽ കൺസംഷൻ കുറയോ എന്നുള്ള കൺസെപ്റ്റിൽ ഞാനൊന്ന് വർക്ക് ചെയ്ത് നോക്കി. എന്നിട്ട് കൺസപ്ഷൻ കുറച്ചിട്ട് പ്രൊഡക്ഷൻ കൂട്ടി പ്രൊഡക്ഷന് വേണ്ടിയിട്ട് കൺസ്യൂം ചെയ്യാൻ തുടങ്ങി. മനസ്സിലായോ? നമ്മൾ കണ്ടന്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങുക ഒരുപാട്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഒരുപാട് ടൈം ആവശ്യമുണ്ടാവും. നമ്മൾ കണ്ടന്റ് കൺസ്യൂം ചെയ്തിരുന്ന ടൈം ഫുള്ള് പ്രൊഡ്യൂസ് ചെയ്യാൻ എടുക്കും. കൺസ്യൂം ചെയ്യുക, പ്രൊഡ്യൂസ് ചെയ്യുക, ഇതിന്റെ ഒരു പെർഫെക്റ്റ് ബാലൻസിലാവും. നമ്മൾ ഒരുപാട് കൺസ്യൂം മാത്രം ചെയ്തിരുന്ന ആ സിറ്റുവേഷനിൽ പ്രൊഡ്യൂസും ചെയ്യുക, ഒരുപാട് ടൈം അതിലേക്ക് പോകും. ബാക്കിയുള്ള ടൈം ഈ പ്രൊഡ്യൂസ് ചെയ്യാൻ ആവശ്യമുള്ള കാര്യങ്ങളും കണ്ടന്റ് എല്ലാം കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു ബാലൻസിൽ പോകും. അതിനും കൂടി വേണ്ടിയിട്ടാണ് യൂട്യൂബിൽ കണ്ടന്റ് പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തത്. നമുക്കൊരു നിർമ്മാണ ബുദ്ധിയും കൂടി വളരും. ഒരു നിർമ്മിക്കാനും പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു ഹാബിറ്റും കൂടി യൂട്യൂബിൽ കണ്ടന്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാവും എന്നുള്ളതാണ്. ഫിനാൻഷ്യലി ഗ്രോ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് നിർമ്മിക്കണം എന്നാണ്, ഉണ്ടാക്കൽ ഒരുപാട് കൂട്ടണം എന്നാണ്. ഏറ്റവും എളുപ്പത്തിൽ ഒരാൾക്ക് ഉണ്ടാക്കാൻ പറ്റിയ സാധനമാണ് കണ്ടന്റ്. മൊബൈൽ എടുത്തിട്ട് ഓപ്പൺ ആക്കി വെക്കുക, റെക്കോർഡ് ചെയ്യുക, യൂസ്ഫുൾ ആയിട്ട് ഏതെങ്കിലും ഇൻഫർമേഷൻ ക്യാപ്ചർ ചെയ്യുക, അത് ഡയറക്റ്റ് പോസ്റ്റ് ചെയ്യുക. അതൊരു ഇൻഫർമേഷൻ ആയി. ആ ഇൻഫർമേഷൻ നല്ല വാല്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു നല്ലൊരു പ്രോഡക്റ്റ് ആണ്. അപ്പോൾ തന്നെ ആ സ്പോട്ടിൽ നമ്മൾ നിർമ്മാതാവായിട്ട് മാറുകയാണ്. അപ്പോൾ മൂന്നാമത്തെ മെയിൻ റീസൺ നമ്മൾ കൺസ്യൂമർ അഡിക്ഷൻ ഒഴിവാക്കുക.